ഇന്ന് അടിപൊളി ഒരു വ്യൂ പോയിന്റ് കാണാൻ പോകാൻ കേട്ടോ. ആമസോൺ വ്യൂ പോയിന്റ്. ഒതായിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് പോകുന്നത്. പോകുന്ന വഴി ഒരു ഓഫ് റോഡുണ്ട്. കോൺക്രീറ്റ് റോഡാണെങ്കിലും നല്ല കട്ട റോഡാണ്. പോകുന്ന വഴി നല്ല ഫോഗിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ കാണും. കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ട് കേട്ടോ. കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞാൽ കുറച്ച് ഓഫ് റോഡാണ്. മഴയാണെങ്കിൽ നല്ല ചളി ഉണ്ടാവും, ബൈക്ക് സ്കിഡാകാനൊക്കെ സാധ്യതയുണ്ട്. ഇതിനൊരു തകർപ്പൻ പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. ഓഫ് റോഡ് ആമസോൺ വ്യൂ പോയിന്റിലേക്കാട്ടോ പോകുന്ന വഴി ഓഫ് റോഡാണ്. ചായക്കടൊക്കെ ഉണ്ട്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. അവിടെ ആളില്ല, ഇഷ്ടം പോലെ സാധനം എന്ത് വേണേലും എടുക്കാം. എന്ത് വേണേലും എടുക്കാം. ചാടി എടുക്ക്. പൈസ ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കാം കേട്ടോ. വിശ്വാസത്തിലാണ് ഈ കട പ്രവർത്തിക്കുന്നത്. ആമസോൺ വ്യൂ പോയിന്റിന്റെ ബേസ് പോയിന്റ് ആണ്. ആ കടന്റെ എടുത്ത് വണ്ടി നിർത്തിയതിനു ശേഷം കുറച്ച് നടക്കാനുണ്ട്. ടോപ്പ് പൊല്യൂഷൻ. നല്ല രീതിയിൽ ആളുകൾ വരാറുണ്ട്. സൺഡേ ഒക്കെ നല്ല തിരക്കായിരിക്കും. ട്രക്കിങ്ങിന്റെ സമയത്ത് ഫോഗിന്റെ കാഴ്ചകളുണ്ടാവും, നല്ല രസകരമായ കാഴ്ചകൾ. ആ ദൂരെ കാണുന്നതാണ് ചെക്കുന്നുമല. ആമസോൺ വ്യൂ പോയിന്റിലേക്കുള്ള ട്രക്കിങ്ങിലാണ്. അവസാനത്തെ കുറച്ച് നിമിഷം കുറച്ച് ഹാർഡാണ്, പാറക്കല്ലുകളും ഒക്കെ ആയിട്ട്. ഫാമിലി ലേഡീസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇതാ എത്തിട്ടോ. ഇതാണ് ആമസോൺ വ്യൂ പോയിന്റ്. അവസാനത്തെ കുറച്ച് പോയിന്റ് നല്ല ട്രക്കിംഗ് ആട്ടോ, ഇച്ചിരി ഹാർഡാണ്. ഇതാണ് ആമസോൺ വ്യൂ പോയിന്റിന്റെ പ്രധാന വ്യൂ പോയിന്റ്. ഇവിടെ നിന്നാണ് നമ്മളെ കാഴ്ചകൾ. ഇതാണ് ഗൈസ വ്യൂ പോയിന്റ്. ആമസോൺ മഴക്കാടുകളെ പോലെയുള്ള വ്യൂ പോയിന്റ്. ശനിയാഴ്ച ആയതുകൊണ്ടാട്ടോ ഇത്ര ആള് കുറവ്. ഞായറാഴ്ച ഫുൾ ആളായിക്കാറ്. ജിനുദ അവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആമസോൺ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു പ്രധാന വ്യൂ പോയിന്റ്. ഇവിടെ യാതൊരു സുരക്ഷയില്ല. പാറ സ്കിഡാവാനൊക്കെ നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ഇവിടെ നിൽക്കാൻ. മഴയത്തൊക്കെ നല്ല വഴുക്കലൊക്കെ ഉണ്ടാവും പാറൻ്റെ മുകളിൽ. സൂക്ഷിക്കുക, നല്ല രീതിയിൽ ആസ്വദിക്കുക, നല്ല രീതിയിൽ സേഫായിട്ട് വീട്ടിലേക്ക് പോകും. ഇത് മുകളിലത്തെ ഒരു വ്യൂ പോയിന്റ് ആണ്. താഴെയുള്ള അത്ര ആൾക്കാർ ഇവിടെ ഉണ്ടാവില്ല. കുറച്ച് കൂടുതൽ ഭ്രാന്തുള്ളവർ മാത്രമേ ഇങ്ങോട്ട് കയറുള്ളൂ. ഇവിടെ കുറച്ച് വിശാലമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ മുട്ടും ക്ലൗഡ്. യെസ്, അതാണ് ഇവിടെ മുട്ടും.
ഫോഗ് ഇവിടെ മുട്ടും. മേഘങ്ങളുടെ മുകളിൽ ഇങ്ങനെ നിൽക്കാം കുറച്ചു നേരം. ചാലിയാറിൻ്റെ നല്ലൊരു സുന്ദരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ്. അതായത് ഷേപ്പ് കണ്ടില്ല നിങ്ങൾ? ആമസോൺ നദി പോലെ. ആമസോൺ മഴക്കാടുകളിൽ ഉണ്ടാകുന്ന ആമസോൺ നദി. ആമസോൺ നദി, ആമസോൺ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടാകുന്ന നദി. നിങ്ങൾ അനാക്കോണ്ടൊക്കെ സിനിമ കണ്ടില്ലേ? അതിലിങ്ങനെ ബോട്ടിൽ വരുന്ന ഇങ്ങനത്തെ കാടുകൾ കൂടിയാണ്. ഇതാ നല്ല അടിപൊളി പ്ലേസ്, കുറേ നേരം ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇതാണ് വ്യൂ, ആമസോൺ വ്യൂ പോയിന്റ്. ഇവിടെ കുറേ നേരം ഇങ്ങനെ മനസ്സ് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ പൊള്ളിയാണ്. ഇപ്പോൾ ആമസോൺ വ്യൂ പോയിന്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഈ പാറപ്പുറത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം, സ്കിഡായി വീഴാൻ സാധ്യതയുണ്ട്. കുറച്ച് മുമ്പേ ആളുകളൊക്കെ ഇവിടെ മരിച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ തുടർന്ന് കുറേ കാലം അത് സ്റ്റോപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ട്രക്കിങ്ങൊക്കെ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച, ഇന്നത്തെ ആമസോൺ വ്യൂ പോയിൻ്റ് ട്രക്കിംഗ് ആയിരുന്നു രാവിലെ. അത് കഴിഞ്ഞു, താഴേക്ക് ഇറങ്ങുകയാണ് ഇനി. നല്ല രസമല്ലേ ഇങ്ങനെ കിടക്കാൻ കുറേ നേരം. കടൻ്റെ മുതലാളി വന്നിട്ടുണ്ട്. പോയപ്പോൾ ഇവിടെ ആരുമില്ലേന്. ഓരോരുത്തർ സാധനം എടുത്ത് ഇവിടെ പൈസ ഇതിൽ ഗൂഗിൾ പേയിൽ ഇട്ടതാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ചെയ്യല്? ഓപ്പൺ ആണ്. ആളില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ സാധനം എടുത്തിട്ട് നിങ്ങൾ പൈസ ഇതിലിട്ടാൽ മതി ഗൂഗിൾ പേയിൽ. അതൊരു വിശ്വാസം അല്ലേ? നിങ്ങൾ പേരെന്ത്? ഇബ്രാഹിം അല്ലേ? എത്ര വർഷമായി ഇവിടെ കട? ഇത് 3.5 വർഷമായി അല്ലേ ഓപ്പൺ ആക്കി? അത് വലിയൊരു ഉപകാരം കേട്ടോ എല്ലാവർക്കും. ബുദ്ധിമുട്ട് പോകുമ്പോ അപ്പൊ ഈ വെള്ളത്തിന്റെ ബോട്ടിലൊക്കെ ഉണ്ട്. വെക്കൂല, അതാണ് ഇത് പ്രതീക്ഷ ഉണ്ട്. കടയിൽ ആളുണ്ടാവില്ല എന്നുള്ള പേടി വേണ്ട. ആളിവിടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് സാധനം എടുക്കാം. ഉണ്ടോ? വില ഉണ്ട്. വില നിലവാരം ഇവിടെ ഉണ്ട്. ചായ വേണമെങ്കിൽ ചായ ഉണ്ടാക്കാം. ഞങ്ങളിന്ന് രാവിലെ വരുമ്പോൾ ഒരാൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മഴക്കാലത്തെ പോലെയല്ല വേനൽക്കാലം. വേനൽക്കാലം കുറച്ചും കൂടിയും വെള്ളത്തിന്റെ ആവശ്യകത കൂടും. വ്യൂ ഉണ്ട്. ഓക്കെ. ഇന്ന് ശനിയാഴ്ച ആയിട്ട് ആളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇവിടേക്ക്. ഇതാ ഇതാ കുട്ടികളെ ട്രക്കിംഗ് പരിശീലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടീമാട്ടത്. ഫുട്ബോള് ക്യാമ്പ് ഒക്കെ അതിൻ്റെ പുറമെ ഇങ്ങനത്തെ ട്രക്കിംഗ് സ്പോട്ടുകൾ ചൂസ് ചെയ്തിട്ട് ട്രക്ക് ചെയ്യുന്ന ടീമാണ്.